Chocolate boy, Nivippolinale. Actually, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒരു സിനിമയാണ്. ഒരു ഭയങ്കര ബ്രീസി ആയിട്ടുള്ള ഭയങ്കര ഹാപ്പി ചെറിയ തമാശകളും ചെറിയ പ്രണയങ്ങളൊക്കെ ഉള്ള വളരെ രസകരമായിട്ടുള്ള ഒരു ഗിരീഷേരി ഫിലിമാണ്. നിങ്ങളൊക്കെ ഗിരീഷേരി സിനിമ കണ്ടിട്ടില്ലേ? ഇഷ്ടമാണോ ഗിരീഷേരി പടങ്ങൾ? അപ്പോൾ നമുക്ക് ഫാമിലിയിലെ നമ്മുടെ പാരൻസും നമ്മുടെ ഫ്രണ്ട്സായിട്ടൊക്കെ പോകാൻ പറ്റുന്ന ഭയങ്കര രസകരമായിട്ടുള്ള പടമാണ്. നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവിൽ പറയുന്ന ഒരു കഥയാണ്, ഒരു പെൺകുട്ടിയുടെ പേഴ്സ്പെക്റ്റീവിൽ പറയുന്ന കഥയാണ് ബദ്രീൻ കുടുംബം. ഭയങ്കര ഫാനാണ്, ചെറുതാവുമ്പോൾ തൊട്ടേ ഭയങ്കര ഫാനാണ്. സോ മൈ ക്വസ്റ്റ്യൻ ഈസ്, നമ്മളിപ്പോൾ പാട്ടൊക്കെ കണ്ട്, അപ്പോൾ ആ പാട്ടൊക്കെ കാണുമ്പോൾ എന്താണ് ആ ഓം ശാന്തി ആ ഒരു വൈബാണ് അടിക്കുന്നത് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ ഒരു ഫീല് നമുക്ക് ഈ ഒരു മൂവിയിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവിലുള്ള ഒരു കഥയാണ്, ഒരു പെൺകുട്ടിയുടെ പേഴ്സ്പെക്റ്റീവിൽ ഒരു ചേട്ടനോട് തോന്നുന്ന ഒരു ഇഷ്ടമാണ് സിനിമ പറയുന്നത്. എന്നാൽ അതിനകത്ത് നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സ്, നമ്മുടെ ലൈഫ് ഉണ്ട്, നമ്മുടെ ബേസിക് നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളിലൂടെ ആണ് ഈ കഥ പോകുന്നത്. ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഇറങ്ങിയതാണ് ഓം ശാന്തി ഓശാന. അങ്ങനെ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളതാണ്, നമുക്കിങ്ങനെ ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു അതേപോലെ ഒരു ഫീൽ ബദ്രീൻ കുടുംബം തരുമെന്നാണ് വിശ്വസിക്കുന്നത്. എന്താ പറയുക, ഒരു സിനിമയുടെ അകത്ത് നിൽക്കുന്ന ആളായതുകൊണ്ട് എല്ലാവരും വളരെ എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ സിനിമയും ചെയ്യുന്നത്. ഇതെല്ലാം വളരെ ഖലീഫയും അയൻകറിയൊക്കെ വളരെ ബിഗ് ബഡ്ജറ്റിൽ വരുന്ന വലിയ സിനിമകളാണ്. നിങ്ങൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം, എല്ലാ സിനിമകളും കാണണം. ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് നിങ്ങൾ തിയേറ്ററിൽ പോകുന്ന സിനിമ കണ്ട് ഞങ്ങളെ വിജയിപ്പിക്കണം തന്നെയാണ്. അത് ഞാനാണെങ്കിലും ദുൽഖറാണെങ്കിലും പൃഥ്വിയാണെങ്കിലും അത് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. മുന്നേ വന്നപ്പോഴും ഇതേ എനർജിയാണ്, ഇപ്പോഴും അതേ എനർജി. ഇതെങ്ങനെ സാധിക്കുന്നു? സത്യം പറഞ്ഞാൽ ഭയങ്കര ചാർജായിട്ടോ നമ്മുടെ സിനിമകളുടെ പാട്ടുകളിലുള്ള നമ്മുടെ ഡാൻസും, അടിപൊളി ഡാൻസ് ആയിരുന്നു. ടീം അടിപൊളി ഡാൻസ് ആയിരുന്നു. ആ വീഡിയോ ഭയങ്കര, നമ്മുടെ സിനിമകളുടെ പല പല കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ വരുമ്പോഴാണ് കാണുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. എൻ്റെ പ്രേമം കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം. അപ്പോൾ പ്രേമം തിയേറ്ററിലെ കൊച്ചുകുട്ടികളായിരുന്ന് കണ്ട കുട്ടികളാണ് ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ സെൻറ്ററാസിലെ എൻ്റെ അനുജത്തിമാർക്കും ടീച്ചേഴ്സിനും മാനേജ്മെൻറ്റിനും നമസ്കാരം. ഒന്ന് പറഞ്ഞു കഴിക്കാമോ? This skin and the face and the body are... അയ്യോ, ഇപ്പം ആലോചിക്കുമ്പോൾ എങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ്. കുറെ ജാനർ ചെയ്തിട്ടുണ്ട്, കുറെ സിനിമ ചെയ്തിട്ടുണ്ട്. അതിൽ ശരിക്കും നിവിൻപോളി ഇതാണ് ലൈക്ക് ഞാൻ റിയൽ ലൈഫിൽ എങ്ങനെയാണെന്ന് തോന്നിയൊരു ഫിലിം ഉണ്ടോ? ഉമേഷിനറിയാം. ഒരു 80% ഉമേഷും ഒരു 20% ജോർജും. ഞാനും അച്ചുകൂടി വഴക്കിട്ട് ഒരു ബെഡ്റൂമിൽ ഒരു ഇടി കൂടുന്ന ഒരു സീനുണ്ട്. അതെനിക്ക് തോന്നുന്നു ഒരു ദിവസം ഷൂട്ട് പോയി ശരിയാണ്. നമ്മുടെ ഒരു സ്റ്റുഡന്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആൻമേരി ആഷ്ലിൻ ഒരു ചെറിയ പോർട്രേറ്റ് വരച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി. അതൊന്നും ഈ വേളയിൽ തരികയാണ്. ചെറിയൊരു ചളക്കുണ്ട്. ഓക്കെ, നമുക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് കൂടി ഉണ്ട്.